നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മലയാള സിനിമയിൽ എത്ര പേരാ പോയി. നമ്മുടെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ പോയി, മോഹൻലാലിൻ്റെ അമ്മ പോയി, മുൻഷി ബൈജു പോയി, കണ്ണം പട്ടാമ്പി പോയി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് മലയാള സിനിമയുടെ 3 വിഭാഗങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന 3 പേരാണ് പോയി കിട്ടിയത്. മലയാള സിനിമയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഈ പോയ 3 പേരും. 1965 സത്യമാഷ് നായകനായ ഉദയയുടെ ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയ ഒരു കലാകാരൻ. 60 വർഷക്കാലമായി മലയാള സിനിമാ രംഗത്ത് ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന കലാകാരൻ എന്നേ പറയാം. സമ്പന്നനൊന്നും ആയില്ല. ഗോഡ്ഫാദർ അടക്കം കുറേ പടങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും അത് ഗുണം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. എനിക്കൊരു കുറ്റബോധമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ എന്നെ സാറേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ, ദിനേശേ എന്ന് വിളിക്കണം ചേട്ടാ എന്ന് പറഞ്ഞാൽ എന്നെ സാറേ എന്നേ വിളിക്കും. ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്നെപ്പറ്റി താങ്കളുടെ ചാനലിൽ എന്നാണ് പറയുക? ഞാൻ പറഞ്ഞു, ഞാൻ പറയാം ചേട്ടൻ്റെ കൈവശമുള്ള ആദ്യകാല സിനിമകളുടെ സ്റ്റില്ലുകളും സിനിമാക്കാരുമായിട്ടുള്ള ചേട്ടൻ്റെ സ്റ്റില്ലുകളും ഒക്കെ അയച്ചു തരാം. അതിപ്പോൾ അദ്ദേഹം മരിക്കുമ്പോഴായതിൽ എനിക്ക് വിഷമമുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നതിൽ. 72 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളിക്കൊരു സാധാരണ വയസ്സേ ആവുന്നുള്ളൂ. ഇപ്പോൾ മലയാളിയുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ 84ആണ്. 74 വയസ്സിൽ അദ്ദേഹം പോയി. പുന്നപ്ര അപ്പച്ചൻ എന്ന് പറഞ്ഞ വലിയ മീശയും വലിയ തടിയും മിടുക്കും ഒക്കെ ഉള്ള പൊട്ടിച്ചിരിക്കുന്ന, കണ്ടാലൊരു വില്ലനിസം തോന്നിക്കുന്ന, എന്നാൽ ശുദ്ധനായ പാവത്താനായ ഒരു നല്ല മനുഷ്യൻ. എനിക്ക് കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സിദ്ദിഖ് ഒരു വള്ളം തുഴഞ്ഞ് മറ്റേ പാട്ടുപാടിയൊക്കെ പോകുന്ന സീനെടുക്കാൻ, സിദ്ദിഖ് സുചിത്രയായിട്ട്. അതിന് ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ കബീറാണ് എനിക്ക് പുന്നപ്ര അപ്പച്ചനെ പരിചയപ്പെടുത്തി തന്നത്. അന്ന് മുതൽ എൻ്റെ പരിചിതനാണ് പുന്നപ്ര അപ്പച്ചൻ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പനാണ് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും പോയി. പ്രായഭേദമന്യേ എല്ലാവരും ബെന്നിയങ്കളെ എന്ന് വിളിക്കുന്ന ഒരു സിനിമാക്കാരനുണ്ടായിരുന്നു, PA ബെന്നി. നമ്മുടെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ A. വിൻസെൻ്റ് മാഷിൻ്റെ സഹോദരി ഭർത്താവാണ് ബെന്നി. സഹസംവിധായകനായിരുന്നു, അസിസ്റ്റൻ്റ് ക്യാമറാമാനായിരുന്നു. വിൻസെൻ്റ് മാഷിനോടൊപ്പം കൂടിയെങ്കിലും ശശികുമാർ സാറിനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 1977 മുഹൂർത്തങ്ങൾ എന്ന ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്തു. ഒരു ക്യാമറാമാൻ ഷാജിയൻ കരുണായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് വിചാരിച്ച ആളായിരുന്നു ബെന്നിയങ്കൾ. സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. 1965 മുതൽ സിനിമയിലായിരുന്നു. പക്ഷേ വിൻസെൻ്റ് മാഷാണ് പറഞ്ഞത്, നീ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടവനല്ല, പിന്നിൽ നിൽക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ക്യാമറാമാനായി തുടങ്ങി. പിന്നെ മാഷിൻ്റെ സിനിമകളിലൊക്കെ മോശമല്ലാത്ത വേഷങ്ങളും ചെയ്തിരുന്നു. അഭിനയമാണല്ലോ ഇഷ്ടം. ഏതൊക്കെയോ പാട്ടുകൾ പാടി അഭിനയിച്ചത് ബെന്നിയങ്കളാണ്. ഇദ്ദേഹത്തിൻ്റെ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, അതുപോലുള്ള ഏതൊക്കെയോ പാട്ടുകൾ ബെന്നിയങ്കളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഛായാഗ്രാഹകൻ ഷാജിയൻ കരുൺ ഈ അടുത്ത കാലത്താണല്ലോ പോയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച തുറവൂരിൽ അദ്ദേഹം മരിക്കുമ്പോൾ 94 വയസ്സായിരുന്നു. ബെന്നിയങ്കൾ പോയി. തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട സിനിമാക്കാരൊക്കെ ചന്ദ്രമുതലാളി എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന ആളായിരുന്നു. പ്രശസ്ത നിർമ്മാതാവും സംവിധായകനും സ്റ്റുഡിയോ ഉടമയൊക്കെ ആയ P. സുബ്രഹ്മണ്യ മുതലാളിയുടെ മകൻ S. ചന്ദ്രൻ. അച്ഛൻ നിർമ്മിച്ച തിയേറ്ററുകളുടെയൊക്കെ ചുമതലക്കാരൻ അദ്ദേഹമായിരുന്നു. പിന്നെ ഇമ്പീരിയൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ കേരളം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതൊക്കെ നിലച്ചും തോന്നും, നിർത്തിയും തോന്നും. ഒരു വീഴ്ച വീണു വീട്ടിൽ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം വീട്ടിനകത്തായിപ്പോയി. കുറേ കാലമായി അദ്ദേഹം പുറത്തു പോയിട്ടില്ല. 95-97 വയസ്സായി. ഞാൻ ഇന്നലെ രാത്രി പോയി അദ്ദേഹത്തെ കണ്ടു. ശ്രീകുമാർ, ശ്രീ വിശാഖ്, ന്യൂ, ശ്രീ പത്മനാഭ എന്നീ തിയേറ്ററുകളുടെ ഭരണാധികാരിയായിരുന്നു. വെർലാൻഡിൻ്റെ ആണല്ലോ ഇതെല്ലാം.
മെരിലാൻഡിൻ്റെ എല്ലാമായിരുന്നു. അവർക്ക് കാണപ്പെട്ട ദൈവമാണ് ശ്രീ മുരുകൻ. സുബ്രഹ്മണ്യ മുതലാളിയുടെ ഒരു മകൻ്റെ പേരും മുരുകൻ എന്നാണ്, ഒരു മകൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്, ഒരു മകൻ്റെ പേര് കാർത്തികൻ എന്നാണ്. എല്ലാം മുരുകൻ്റെ പര്യായ പദങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ തിയേറ്ററുകളിൽ എല്ലാം തിയേറ്ററിൻ്റെ മേളിൽ മുരുകൻ്റെ പ്രതിമ വച്ചിട്ടുണ്ട്, ചുറ്റും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോൾ വിളക്ക് കൊളുത്തി പുതിയ ഹാരം ഇടും എല്ലാ ദിവസവും. ഇപ്പം തിയേറ്റർ പണി നടക്കുന്ന ശിവകുമാറിലും വിശാഖിലും പോലും അത് മുടക്കില്ല. എല്ലാ ദിവസവും മുരുകൻ്റെ കഴുത്തിൽ പുതിയ ഹാരമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മുരുകൻ മുതലാളി ചന്ദ്ര മുതലാളി കാറിൽ ഓരോ തിയേറ്ററിലും എത്തും. ഇപ്പോൾ പത്മനാഭ തിയേറ്ററിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ കിഴക്കുകോട്ട ബസ് സ്റ്റാൻഡാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആര് നിൽക്കുന്നു എന്നൊന്നും നോക്കില്ല. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ മുരുകനെ നോക്കി കണ്ണടച്ച് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് ശിവകുമാറിൽ പോയി തൊഴും, അത് കഴിഞ്ഞ് വിശാഖി തൊഴും, അത് കഴിഞ്ഞ് ന്യൂ തിയേറ്ററിൽ ചെന്ന് തൊഴുതിട്ടേ വീട്ടിൽ പോകും. അദ്ദേഹം റോഡിൽ നിന്ന് മുരുകഭക്തനായ അദ്ദേഹം തൊഴുന്നത് കാണാൻ രസകരമായ കാഴ്ചയാണ്. നമ്മളിത് ചിത്രീകരിക്കുന്ന സമയത്ത് 3 മണിക്ക് അദ്ദേഹത്തെ ചിതയിലേക്ക് വച്ചു കഴിഞ്ഞു.